ഹായ് പ്യാരെ വെച്ച് അനസ്താറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ പാർട്ടാണ് അനസ്താർ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും കൃത്യമായിട്ട് എന്ത് ചെയ്തോളൂ, ശ്രദ്ധിച്ചോളൂ. അല്ലെ, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വാക്കാണ് ചാഹിയേ എന്നുള്ളത്. അല്ലെ, ഒരു ആവശ്യകതാ ബോധകാണ് നമുക്ക് ചാഹിയേ എന്നുള്ളത് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ഈ ഒരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ചാഹിയെ ഒരു ആവശ്യകതാ ബോധക് അഥവാ സഹായ ക്രിയയാണ് ചാഹിയെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ പറയുന്നത്, വേണം എന്ന അർത്ഥം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ചാഹിയെ പ്രയോഗിക്കുന്നത്. ഇനി അതെങ്ങനെയാണ്, ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അതായത് ഒരു വാക്യത്തിൽ ചാഹിയെ പ്രയോഗിക്കുമ്പോൾ ആ വാക്യത്തിലെ കർത്താവിനോട് കൂടി നിർബന്ധമായും നമ്മൾ എന്ത് ചേർക്കണം? കോ ചേർത്തിരിക്കണം. അല്ലെ, കോ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ചേർത്തിരിക്കണം. മാത്രല്ല, ഈ കോ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കർമ്മത്തിനനുസരിച്ച് ക്രിയക്ക് എന്ത് വരും? അവിടെ മാറ്റം വരുത്തുകയും കൂടി വേണം. ഓക്കെ, ക്ലിയർ? മാത്രല്ല, കർമ്മം അസ്പഷ്ടമാണെങ്കിൽ ക്രിയ എപ്പോഴും എന്തായിരിക്കും? പുല്ലിംഗമായിരിക്കും, അഥവാ ഏകവചനത്തിൽ അവസാനിപ്പിക്കണം എന്ന നിയമം ഇവിടെയും എന്താണ്? ബാധകമാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ 2-3 എക്സാമ്പിൾ പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഉദാഹരണം കൂടി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ നോക്കൂ, തും ബാഹർ ജാനാ ചാഹിയേ. അതെന്താണ്? അത് റോങ് ആയിട്ടുള്ള സംഭവം. അതെങ്ങനെ പറയാ നോക്ക്. നമ്മൾ കോ എന്നുള്ള ആ സംഭവം ഇവിടെ പ്രയോഗിക്കുമ്പോൾ എങ്ങനെ വരും? തുംകോ ബാഹർ ജാനാ ചാഹിയേ. തുംകോ ബാഹർ ജാനാ ചാഹിയേ. അല്ലെ, ബാഹർ എന്താ? ഔട്ട് സൈഡ്, അല്ലെ, പുറത്തേക്ക്. അപ്പൊ നോക്കൂ, അപ്പൊ തും ബാഹർ ജാനാ ചാഹിയേ എന്നുള്ളത് ഗലത്താണ്. തുംകോ ബാഹർ ജാനാ ചാഹിയേ ഈസ് എ സഹി. ഓക്കെ, നോക്കൂ, അഗല എക്സാമ്പിൾ देखिए. हमको റോട്ടി ഖാനേ ചാഹിയേ. റോട്ടി, അല്ലെ, റൊട്ടിയാണ്, അല്ലെ, ഭക്ഷണമാണ്, നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണ്? അതെങ്ങനാവും? ഹംകോ റോട്ടി ഖാനി ചാഹിയേ. കണ്ടോ ആ മാറ്റം വന്നത്? എൻ്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്തോ? യെസ്. ഇനി നമ്മുടെ മൂന്നാമത്തെ എക്സാമ്പിൾ എൻ്റെ മക്കൾ നോക്കി. രാമുക്കോ കിതാബ് ചാഹിയേ. രാമുക്കോ കിതാബ് ചാഹിയേ, യെസ്, സഹി ഹേ. അതേപോലെ തന്നെ എൻ്റെ മക്കൾ നോക്കൂ, ഷീലാക്കോ കിതാബ് ചാഹിയേ. അല്ലെ, അവിടെ രണ്ടും എന്താണ്? സഹി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് സഹി ആയിട്ട് വരും. നോക്കൂ, രാമുക്കോ കിതാബ് പഠ്നി ചാഹിയേ. രാമുക്കോ കിതാബ് പഠ്നി ചാഹിയേ. അത് ശീലാവുമ്പോഴോ, ഷീലാക്കോ കിതാബ് പഠ്നി ചാഹിയേ. ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാറുകയും കൂടി ചെയ്യും. അപ്പൊ ഇതാണ് ചാഹിയേ എന്നതുകൊണ്ട് വളരെ ലളിതമായിട്ട്, ഏറ്റവും ലളിതമായിട്ട് എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അനസ്താറിന് സാധിക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ള ഈ വീഡിയോയിൽ പറഞ്ഞു തന്നത്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഹിന്ദി പഠിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ചാഹിയെ അഥവാ ആവശ്യകതാ ബോധക് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ പറയുന്നത്. ഏറ്റവും ലളിതമായിട്ടാണ് പറഞ്ഞതിലുള്ളത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? എല്ലാ മക്കളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. മാത്രമല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? CBSE പഠിക്കുന്ന മക്കളാണെങ്കിൽ, ഈ വീഡിയോ കാണുന്നത് CBSE പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ഏതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. അഗല വീഡിയോ में सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.